ശരി, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ 2 മീറ്റിങ്ങുകളിൽ പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നെന്ന് പെട്ടെന്ന് ഞാനത് നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാം. പഴയ നിയമത്തിൽ ദൈവത്തെ അവർക്ക് പിതാവായിട്ട് അറിയില്ലായിരുന്നു. നമുക്കവനെ പിതാവായിട്ട് അറിയാം. അതെല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായിരിക്കണം. അത് നമുക്ക് വെറും ഒരു അറിവായിട്ടിരിക്കരുത്, പുസ്തകത്തിൽ നിന്ന് വായിച്ച ഒരു കാര്യമായിട്ട്. രണ്ടാമത്തെ കാര്യം, പഴയ നിയമത്തിൽ പിശാച് തോൽപ്പിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് പിശാചിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയും പഴയ നിയമത്തിൽ ജീവിക്കുന്നവരാണ്. പിശാച് തോൽപ്പിക്കപ്പെട്ടെന്നും അവന് നിൻ്റെ മേൽ അധികാരമില്ലെന്നും നീ തിരിച്ചറിയണം. ഒരുപക്ഷെ നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു മേഖലയിൽ നീ പിശാചിന് കീഴ്പ്പെട്ടു കൊടുത്തിരിക്കാം. അതോ പിശാച് തോൽപ്പിക്കപ്പെട്ടെന്ന് നിനക്കറിയില്ലേ? പിശാച് തോൽപ്പിക്കപ്പെട്ടെന്നും അവരുടെ ജീവിതത്തിൽ പിശാചിന് അധികാരമില്ലെന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കണം. അല്പം പോലും ഇല്ലെന്നും. അതിന് പ്രായമോ പരിചയമോ പരിജ്ഞാനത്തിൻ്റെയോ ആവശ്യമില്ല. ശത്രു തോൽപ്പിക്കപ്പെട്ടെങ്കിൽ തോൽപ്പിക്കപ്പെട്ടു, അതിനൊരു മാറ്റവുമില്ല. എന്നാൽ നിങ്ങളത് വിശ്വസിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് കിട്ടുകയില്ല. ദൈവവചനത്തിൽ അനേകം വാഗ്ദാനങ്ങളുണ്ട്. ദൈവത്തിന് പല കാര്യവും നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. നമ്മളത് വിശ്വസിക്കുന്നില്ലെങ്കിൽ നമുക്കത് ലഭിക്കുകയില്ല. ദൈവവചനത്തിൽ ഒരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അനേക അത്ഭുത പ്രവൃത്തി ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന്. രണ്ടാമത് നമ്മൾ പഠിച്ച കാര്യം ഇതായിരുന്നു. പുതിയ നിയമം നാം വായിക്കേണ്ടത് യേശുവിൻ്റെ തേജസ് കാണാൻ വേണ്ടിയാണ്. വാക്യങ്ങളോ ഉപദേശങ്ങളോ പഠിക്കാൻ വേണ്ടിയായിരിക്കരുത്. ഏതെങ്കിലും ക്രിസ്ത്യാനി വാക്യങ്ങളും ഉപദേശങ്ങളും പഠിക്കാനാണ് ദൈവവചനം വായിക്കുന്നെങ്കിൽ അവന് ദൈവവചനം എന്തിനാ തന്നിരിക്കുന്നത് മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ പ്രസംഗിക്കാൻ വേണ്ടി ദൈവവചനം പഠിക്കുന്ന ഒരാളും ദൈവവചനം എന്തിനാ തന്നിരിക്കുന്നത് മനസ്സിലാക്കിയവനല്ല. ഞാൻ വിശ്വസിക്കുന്നു അനേകം നല്ല ക്രിസ്ത്യാനികൾ ഈ ഒരു മേഖലയിൽ പഴയ നിയമത്തിലാണ് ജീവിക്കുന്നത്. അവർ ദൈവവചനം വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ തേജസ് കാണുന്നവരല്ല. നിങ്ങളോട് തന്നെ ചോദിക്കൂ, അവസാനം ദൈവവചനം വായിച്ചപ്പോൾ യേശുവിലുള്ള കാര്യം നിങ്ങളെന്നാണ് കണ്ടോ? അതോ ഉപദേശമാണോ കേട്ടത്? മറ്റൊരു കാര്യം, പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മഹത്വം നമ്മളെ കാണിക്കുന്നത് നമ്മളെ യേശു ക്രിസ്തുവിനെ പോലെ ആയി തീരാൻ വേണ്ടിയാണ്. നീ യേശുവിനെ പോലെ അല്ല എന്ന് പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്താനല്ല. യേശുവിൻ്റെ മഹത്വം കാണുന്നത് എന്നെ അരിഷ്ടനാക്കുമെങ്കിൽ എനിക്കതിൻ്റെ ആവശ്യമില്ല. എന്നാൽ അവൻ നമ്മെ അവനെ പോലെയാക്കും. അതുകൊണ്ട് ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് യേശുവിൻ്റെ രക്തവും നീതീകരണവുമാണ്. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, എബ്രായ ലേഖനം 9:13-ലും 14-ലും ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തത്തെപ്പറ്റി പറയുന്നുണ്ട്. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക വിശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. നിങ്ങളിത് വായിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാൻ യേശുവിൻ്റെ രക്തത്തിന് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ അവനെ സേവിപ്പാൻ നിങ്ങൾക്ക് കഴിയില്ല. ഈ ശുദ്ധ മനസ്സാക്ഷി പഴയ നിയമത്തിൽ ജീവിച്ച ഒരാൾക്കും ഉണ്ടായിരുന്നില്ല. ഈ ശുദ്ധ മനസ്സാക്ഷി ഇല്ലാത്ത എല്ലാ ക്രിസ്ത്യാനികളോടും ഞാൻ പറയട്ടെ, നിങ്ങൾ ജീവിക്കുന്നത് പഴയ നിയമത്തിന് കീഴിലാണ്, നിങ്ങൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും. അതുകൊണ്ടാണ് നിങ്ങൾ അരിഷ്ടനായിട്ട് നിരാശനായിട്ടും ഇരിക്കുന്നത്. കാരണം യേശുവിൻ്റെ രക്തത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ആളുകളുടെയും ആട്ടുകുറ്റന്മാരുടെയും രക്തത്തിന് ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെ ജീവിതത്തിലുള്ളായിരിക്കും. പുതിയ നിയമം എന്ന പദം ആദ്യമായിട്ട് പുതിയ നിയമത്തിൽ നാം കാണുന്നത് തൻ്റെ അന്ത്യ അത്താഴ സമയത്ത് യേശു അത് പറയുമ്പോഴാണ്. ലൂക്കോസ് 22:20. ഇവിടെയാണ് പുതിയ നിയമം എന്ന പദം ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത്. യേശു ലൂക്കോസ് 22:20 അവർ ഭക്ഷിച്ചു കഴിഞ്ഞിട്ട് യേശു പാനപാത്രം എടുത്തു. അതിനുശേഷം യേശു പറഞ്ഞു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. യേശുക്രിസ്തുവാണ് ഈ പദം ആദ്യമായിട്ട് പറയുന്നത്. യേശു ഒരു പദം പറയുമ്പം അതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം ഞാനത് ഗൗരവത്തിലെടുക്കുന്നില്ല. എൻ്റെ രക്തത്തിലെ പുതിയ നിയമം എന്ന് അവൻ പറഞ്ഞപ്പോൾ ഞാനത് തിരിച്ചറിയണം, യേശുവിൻ്റെ രക്തത്തിലെ ഈ പുതിയ നിയമം എന്താണെന്ന്. ഇത് പാടാനുള്ള ഒരു കാര്യമാണോ അതോ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണോ? അതെനിക്ക് മനസ്സിലായില്ലെങ്കിൽ പുതിയ നിയമത്തിലെ ചില കാര്യം എനിക്ക് നഷ്ടപ്പെടും. നിങ്ങൾ എബ്രായ ലേഖനം 13-ലേക്ക് പോയാൽ അവിടെ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം,
നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും, എങ്ങനെയാണ് മരിച്ചവരുടെ ഇടയിൽ നിന്നും അവനെ ഉയർത്തിയത്? അത് നിത്യമായ നിയമത്തിൻ്റെ രക്തത്താലാണ്. നിങ്ങൾ എന്തെങ്കിലും ഇതേപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആയിരുന്നു. അതിനർത്ഥം യേശു കാൽവറിയിൽ മരിച്ചപ്പം ആ രക്തം പടയാളികൾ അവൻ്റെ വിലാപ്പുറത്ത് കുത്തിയപ്പം അവൻ്റെ അവസാനത്തുള്ള രക്തം അവനിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി. അവനെ ക്രൂശിൽ നിന്ന് ഇറക്കിയപ്പം അവൻ്റെ ശരീരത്തിൽ അല്പവും രക്തം ശേഷിച്ചിരുന്നില്ല. കാരണം അവൻ്റെ കയ്യിലും കാലിലും കൂടെ ഒഴുകി അത് മുഴുവനും ഭൂമിയിലേക്ക് വീണു. അവൻ്റെ വിലാപ്പുറം കുത്തി തുറന്നിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ ശിഷ്യന്മാർക്ക് അവൻ പ്രത്യക്ഷപ്പെട്ടപ്പം അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ ഒരു ആത്മാവല്ല. കാരണം ആത്മാവിന് അസ്ഥിയോ മാംസമോ ഇല്ല. രക്തത്തെപ്പറ്റി പറയുന്നില്ല. ലൂക്കോസ് 24 എന്നിൽ കാണുന്ന പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയുമില്ലല്ലോ. ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലും ഇല്ല. നമ്മളും ഉയർക്കുമ്പം നമ്മുടെ ശരീരത്തിലും രക്തം കാണുകയില്ല. യേശു കാൽവറി ക്രൂശി മരിച്ചപ്പം അവൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം മുഴുവനും വാർന്നൊഴുകി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഒരു കാര്യം നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് മാത്രമായിരുന്നില്ല, ദൈവത്തിൻ്റെ കോപത്തെ മാറ്റിക്കളയാൻ വേണ്ടി മാത്രമായിരുന്നില്ല, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി മാത്രമായിരുന്നില്ല. ആ ശിക്ഷ അവൻ ഏറ്റെടുത്തതിൻ്റെ രഹസ്യം ശരിയാണ്. അവൻ ക്രൂശിൽ കഴിച്ച ആ യാഗം പിതാവ് അംഗീകരിച്ചു. അതുകൊണ്ട് എൻ്റെ വീണ്ടെടുപ്പ് സാധ്യമായി. എനിക്കിന്ന് അവൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയും, ഒരിക്കലും പാപം ചെയ്യാത്ത ഒരാളെ പോലെ. അതുമാത്രമല്ല, അതുതന്നെ ഒരു വലിയ കാര്യമാണ്. ജീവിതകാലത്തിൽ ഒരിക്കൽ പോലും പാപം ചെയ്യാത്തവനെ പോലെ എന്നെ അവൻ പൂർണ്ണമായിട്ട് നീതീകരിച്ചു. അതാണ് ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി. പഴയ നിയമം വായിക്കുമ്പം ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിൽ അവർക്ക് ന്യായപ്രമാണം കൊടുത്തപ്പം ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിൽ ദൈവം അവരോട് പ്രകാരം പറഞ്ഞു. 11-ാം വാക്യം, രക്തത്തിൻ്റെ പ്രാധാന്യം ഇവിടെയാണ് പറയുന്നത്. എന്തിൻ്റെയെങ്കിലും ജീവൻ, മൃഗങ്ങളിലാകട്ടെ മനുഷ്യരിലാകട്ടെ, അത് രക്തത്തിലാണ്. ഒരു മനുഷ്യൻ്റെ മാംസമോ അസ്ഥികളോ നഷ്ടപ്പെട്ടാലും അവന് ജീവിച്ചിരിക്കാൻ കഴിയും. എന്നാൽ അവൻ്റെ രക്തം ശരീരത്തിൽ നഷ്ടപ്പെട്ടാൽ മറ്റെല്ലാ അവയവം ഉണ്ടെങ്കിലും അവൻ ജീവിച്ചിരിക്കില്ല. നിങ്ങൾക്കത് നന്നായി അറിയാം. കൈകളിലോ കാലുകളിലോ കണ്ണിലോ ഒന്നുമല്ല ഒരു മനുഷ്യൻ്റെ ജീവൻ ഇരിക്കുന്നത്. ശരീരത്തിൻ്റെ മറ്റൊരു ഭാഗത്തിലും അല്ല, അത് രക്തത്തിലാണ്. അതുകൊണ്ടാണ് മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. യാഗപീഠത്തിൽ അവർ പ്രായശ്ചിത്തം ചെയ്യുന്നത് ഒരു ജീവനാണ്. മനുഷ്യൻ്റെ പാപത്തിനു വേണ്ടിയാണ് അത് അർപ്പിക്കുന്നത്. 12-ാം വാക്യത്തിൽ മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലായിരിക്കുന്നത് കൊണ്ട് യാതൊരുത്തനും രക്തം ഭക്ഷിക്കരുതെന്ന് നാം കൽപ്പിച്ചു. അതുകൊണ്ടാണ് അവർ മാംസം ഭക്ഷിക്കുമ്പം മാംസത്തോടുകൂടി രക്തം ഭക്ഷിക്കരുതെന്ന് അവരെ തടഞ്ഞിരുന്നത്. ഇതെല്ലാം അതിൻ്റെ പശ്ചാത്തലമാണ്. നാം റോമാലേഖനത്തിലേക്ക് വരുമ്പം അവിടെ നീതീകരണത്തെപ്പറ്റി പരാമർശിക്കുന്ന നാം കാണുന്നുണ്ട്. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ അവൻ്റെ രക്തത്താലാണ് നാം നീതീകരിക്കപ്പെടുന്നതെന്ന് അവിടെ വായിക്കുന്നു. റോമാലേഖനം 5:9. നമ്മുടെ പാവങ്ങൾ നമ്മളോട് ക്ഷമിക്കപ്പെട്ടത് യേശുവിൻ്റെ രക്തത്താലാണെന്ന് നമുക്കറിയാം. നീതീകരണം എന്നുള്ളത് അതിലും വലിയൊരു പദമാണ്. ഇത് നാം വളരെ വ്യക്തമായി അറിയണം. നമ്മളെ നീതിമാന്മാരായി പ്രഖ്യാപിക്കുന്നതാണ് നീതീകരണം എന്ന് പറയുന്നത്. പാപമില്ലാത്തവനെന്ന് പ്രഖ്യാപിക്കുകയല്ല. ജസ്റ്റ് എന്നും റൈച്ചസ് എന്നും പറയുന്ന ഇംഗ്ലീഷിൽ ഒരുപോലെയാണ്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറയുന്നിടത്ത് ഇത് രണ്ടും മാറ്റി പറയുന്നുണ്ട്. നീതീകരിക്കുക എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നീതിമാൻ എന്ന് പ്രഖ്യാപിക്കുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും യേശുവിൻ്റെ രക്തം അതെല്ലാം മായ്ച്ചു കളയുക മാത്രമല്ല, അവൻ അതെല്ലാം മറന്നു കളഞ്ഞിട്ട് പാപം ചെയ്യാത്ത ഒരാളെ പോലെ അവൻ എന്നെ കാണും. അതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പാപം ചെയ്യാത്ത ഒരാളായിട്ട് എന്നെ പ്രഖ്യാപിക്കുക കൂടെയാണ്. ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് അത് ക്ലീൻ ആക്കുന്നതാണ്. നീതീകരണം ആ ക്ലീൻ ആയതിൽ യേശുവിൻ്റെ വിശുദ്ധി കൊണ്ട് നിറയ്ക്കുന്നതാണ്. എൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടതുകൊണ്ട് മാത്രമല്ല ഞാൻ ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്നത്. എൻ്റെ പാപമെല്ലാം ക്ഷമിക്കപ്പെട്ടു, അതുപോലെ യേശു എൻ്റെ നീതിയായി തീർന്നു. യേശുവിൻ്റെ രക്തം എന്നെ നീതിമാനായി പ്രഖ്യാപിച്ചു. ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് നമുക്ക് ധൈര്യത്തോടെ അടുത്ത് ചെല്ലാൻ കഴിയുന്നത്. അനേക വിശ്വാസികൾ കർത്താവിൻ്റെ അടുക്ക ചെല്ലുമ്പം ഈ ധൈര്യം അവർക്കില്ല. അവരെപ്പോഴും സംശയിക്കുന്നു, ദൈവം എന്നോട് കോപിഷ്ഠനാണോ, എന്നെ സ്വീകരിക്കുമ്പോൾ ഞാൻ ഒത്തിരി തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ.
അതിന് കാരണം നീതീകരണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാകാത്തതുകൊണ്ടാണ്. നിങ്ങളിത് മനസ്സിലാക്കരുതെന്നാണ് പിശാചിൻ്റെ ആഗ്രഹം. അവൻ്റെ ആഗ്രഹം നിങ്ങൾ എപ്പോഴും സംശയത്തോടെ അടുത്ത് ചെല്ലണമെന്നാണ്. പലപ്പോഴും അവൻ്റെ അടുക്ക ചെല്ലുന്നതിന് കുഴപ്പമില്ല, ധൈര്യത്തോടെ ചെല്ലുന്നു. ഓ ഇല്ലില്ലില്ല, നിനക്ക് അങ്ങനെ പോകാൻ കഴിയില്ല. എന്നാൽ യഥാർത്ഥ ക്രിസ്ത്യാനി വളരെയധികം ധൈര്യത്തോടു കൂടിയാണ് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നത്. അതവൻ നിഗളിയായതുകൊണ്ടല്ല, തൻ്റെ മനസ്സാക്ഷി ശുദ്ധമായി സൂക്ഷിക്കുന്നതുകൊണ്ടാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ നാം വായിച്ച ആ വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ശുദ്ധമായ ഒരു മനസാക്ഷിയില്ലെങ്കിൽ എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയില്ല. നിങ്ങളുടെ മനസാക്ഷിയിൽ ഏതെങ്കിലും ഒരു കാര്യം പരിഹരിക്കാനുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ ആരാധന സ്വീകരിക്കുകയില്ല. വീണ്ടും ജനിച്ച അനേക വിശ്വാസികൾ അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നവർ മനസാക്ഷിയിലുള്ള പല കാര്യങ്ങളും പരിഹരിക്കാതെ ചിലരോട് ക്ഷമിക്കുകയോ ചിലരോട് ക്ഷമ ചോദിക്കാതെയോ ഇരിക്കുന്നു. എന്നിട്ടും അവർ ചിന്തിക്കുന്നു അവർക്ക് ദൈവത്തെ സേവിക്കാമെന്ന്. നീ നിന്നെ തന്നെ വഞ്ചിക്കുകയാണ്. നിനക്ക് ശുദ്ധമായൊരു മനസാക്ഷിയില്ലെങ്കിൽ ജീവനുള്ള ദൈവത്തെ സേവിപ്പാൻ നിനക്ക് കഴിയില്ല. നിന്റെ കഴിഞ്ഞകാല പാപങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ മായ്ക്കപ്പെട്ടെന്ന് നിനക്ക് പൂർണ്ണ നിശ്ചയമുണ്ടായിരിക്കണം. ദൈവം നിന്നെ നീതിമാനായി പ്രഖ്യാപിച്ചെന്ന്. ഈ കാര്യത്തിൽ നിനക്ക് ഉറപ്പില്ല. നീ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന സകല പ്രവൃത്തികളും വൃഥാവിലാണ്. നിന്റെ പ്രസംഗം സമയം പാഴാക്കലാണ്. മനുഷ്യൻ നിന്റെ പ്രസംഗത്തെ പുകഴ്ത്തിയാലും ദൈവത്തിന് മുമ്പാകെ അത് സ്വീകാര്യമല്ല. അതൊരു പക്ഷേ സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതാകാം. എന്തു തന്നെ ആയാലും എൻ്റെ പ്രിയ സഹോദരന്മാരെ ഇത് ഓർത്തിരിക്കുക. ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ നിങ്ങൾക്ക് ശുദ്ധമായൊരു മനസാക്ഷി വേണം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 24 ഇപ്രകാരം പറയുന്നത്. 15-ാം വാക്യത്തിൽ, നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് ഞാൻ ആശിക്കുന്നുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്? അതുകൊണ്ട് അതിനുവേണ്ടി അവൻ എപ്പോഴും പരിശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് വെറുതെ സംഭവിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തോടും മനുഷ്യരോടും നല്ല മനസ്സാക്ഷി ഉണ്ടാകുവാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നു. ദൈവത്തോട് മാത്രമല്ല, മനുഷ്യരോടും. ദൈവത്തോട് പാവം ഏറ്റുപറയുന്നതിനേക്കാൾ മനുഷ്യരോട് അത് ഏറ്റുപറയാനാണ് പ്രയാസം. നിങ്ങൾ ഒരു മനുഷ്യനോട് കോപിച്ചു, ആരോട് ഏറ്റുപറയാനാണ് നിങ്ങൾക്ക് പ്രയാസമില്ലാത്തത്? ദൈവത്തോടാണോ ആ വ്യക്തിയുടെ അടുക്ക പോയി പറയുന്നതാണോ? ആ വ്യക്തിയോട് ക്ഷമ ചോദിക്കാൻ. അതെന്താ കാണിക്കുന്നത്? നാം എത്രമാത്രം നിഗളിയാണെന്നുള്ളതാണ്. നമ്മുടെ നിഗളമാണ് നമ്മളെക്കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുക്ക ചെന്ന് എനിക്ക് ആ പാപം ഏറ്റുപറയാൻ കഴിയും, അശുദ്ധനായ ഇയാളുടെ അടുക്ക പോയി ക്ഷമ പറയാൻ എനിക്ക് കഴിയുന്നത്. നിങ്ങളെ വഞ്ചിക്കുകയാണ്. നീ വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുക്കലല്ലത് പറഞ്ഞത്, നീ നിന്നോട് തന്നെയാണത് പറഞ്ഞത്. നിങ്ങൾ ആ പരീശൻ പ്രാർത്ഥിച്ച പോലെ നിങ്ങളോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. നീ ചിന്തിക്കുന്നു നീ ദൈവത്തിൻ്റെ അടുക്കലാണ് വന്നതെന്ന്. നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കലാണ് വന്നതെന്നൊരു തെളിവ് നിങ്ങൾ അശുദ്ധനായ ആ മനുഷ്യൻ്റെ അടുക്ക് പോയി ക്ഷമ ചോദിക്കുന്നു എന്നുള്ളതാണ്. നിന്നെ മുറിപ്പെടുത്തിയ അശുദ്ധനായ വ്യക്തിയുടെ അടുക്ക് നീ ക്ഷമ ചോദിക്കുന്നത് ചിന്തിക്കരുത് ദൈവം നിങ്ങളോട് ക്ഷമിച്ചെന്ന്. ദൈവം നിങ്ങളോട് ക്ഷമിച്ചിട്ടില്ല. അതുകൊണ്ട് വിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു നല്ല മനസ്സാക്ഷി സൂക്ഷിപ്പാൻ നിങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുക. അതുപോലെ മനുഷ്യനോടും. യേശു തൻ്റെ രക്തം കാൽവറിയിൽ ഒഴുക്കിയതുകൊണ്ട് നമുക്ക് ഇന്ന് ഇത് സാധ്യമാണ്. അതുകൊണ്ട് ദൈവം നമ്മെ നീതീകരിച്ചിരിക്കുന്നു. 1 യോഹന്നാനിലേക്ക് നമുക്ക് പോകാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതൊരു ബൈബിൾ സ്റ്റഡി അല്ല. ദൈവവചനം നിങ്ങൾ തന്നെ പഠിക്കാനായിട്ട്, നിങ്ങളെ ഉത്സാഹിപ്പിക്കാനായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഈ 15 മിനിറ്റത്തെ സന്ദേശമല്ല, അതുമാത്രമാണ്. 1 യോഹന്നാൻ 1-ാം അധ്യായം ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക. 9-ാം വാക്യം, നാം നമ്മുടെ പാപത്തെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മോട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അത് വ്യക്തമല്ലേ? എന്നാൽ 7-ാം വാക്യത്തിൽ, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ടാവും. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ദൈവത്തോട് കൂട്ടായ്മയിൽ നടക്കുമ്പോൾ നിങ്ങളിൽ പാപം കാണുമോ? ഇവിടെ എന്താ പറയുന്നത്? വെളിച്ചത്തിൽ നടക്കുമ്പോഴേ നിങ്ങളുടെ പാപത്തെ യേശുവിൻ്റെ രക്തം ശുദ്ധീകരിക്കുന്നുള്ളൂ. ഏറ്റവും അധികം ദുരുപയോഗിച്ചിട്ടുള്ള ഒരു പദമാണ് യേശുവിൻ്റെ രക്തം നിങ്ങളുടെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. അങ്ങനെയല്ല അത് പറയുന്നത്. ദൈവം വെളിച്ചത്തിലിരിക്കുന്ന പോലെ നാമം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ അപ്പോൾ മാത്രം യേശുവിൻ്റെ രക്തം നിങ്ങളുടെ പാപങ്ങളെ ശുദ്ധീകരിക്കും. യേശുവിൻ്റെ രക്തം നിങ്ങളുടെ സകല പാപവും ശുദ്ധീകരിക്കും എന്നുള്ളത് ഏറ്റവും അധികം ദുരുപയോഗിക്കപ്പെട്ടുള്ള ഒരു വാക്യമാണ്. വാഗ്ദാനത്തിന് പിന്നിലുള്ള വ്യവസ്ഥ സ്വീകരിക്കാതെ ക്രിസ്ത്യാനികൾ വാഗ്ദാനത്തെ അവകാശപ്പെടുകയാണ്. അതുകൊണ്ട് അത് അവരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നില്ല. വാഗ്ദാനത്തിന് ചില വ്യവസ്ഥകളുണ്ട്. യേശുവിൻ്റെ രക്തം എപ്പോഴാണ് നിങ്ങളെ ശുദ്ധീകരിക്കുന്നത്? നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ വെളിച്ചത്തിൽ നടക്കുന്നെങ്കിൽ അതിനർത്ഥം എനിക്ക് അറിയുന്ന എല്ലാ പാപങ്ങളും ഞാൻ ഏറ്റു പറഞ്ഞവനാണെങ്കിൽ അതിനർത്ഥം എനിക്ക് ശുദ്ധമായ ഒരു മനസ്സാക്ഷിയുണ്ട്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ രക്തം ഏത് പാപമാണ് ക്ഷമിക്കേണ്ടത്? മനഃപൂർവ്വമല്ലാത്ത പാപങ്ങൾ. അതിപ്പോഴും എൻ്റെ ജീവിതത്തിലുണ്ട്.
അതും വിശുദ്ധനായ ദൈവത്തിന് മുമ്പ് വരുന്നതിനൊരു തടസ്സമാണ്. അതുകൊണ്ട് ഇവിടെന്താ പറയുന്നത്? നീ നിന്റെ മനസാക്ഷി ശുദ്ധമായി സൂക്ഷിക്കുന്നെങ്കിൽ, അർത്ഥം ദൈവം നിനക്ക് തന്ന വെളിച്ചത്തിൽ നീ നടക്കുന്നുവെങ്കിൽ, എങ്കിൽ മനഃപൂർവ്വമല്ലാത്ത പാപങ്ങളെ യേശുവിൻ്റെ രക്തം പരിഹരിക്കും. അതും ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ദൈവത്തിന് മുമ്പാകെ നമുക്ക് ധൈര്യം ഉണ്ടാവും. 1 യോഹന്നാൻ 1:7 മനഃപൂർവ്വമായി നാം ചെയ്തുപോയ പാപത്തെ പരിഹരിക്കുന്നതിനെ പറ്റിയല്ല പറയുന്നത്. അത് 1 യോഹന്നാൻ 9 അത് നാം ഏറ്റു പറയണം. 1 യോഹന്നാൻ 1:7 പാപം ഏറ്റു പറഞ്ഞ് ശുദ്ധമായ ഒരു മനസാക്ഷിയിൽ വെളിച്ചത്തിൽ വരുമ്പോൾ യേശുവിൻ്റെ രക്തം എല്ലാ പാപത്തിൽ നിന്നും രക്ഷിക്കും. നമ്മുടെ മനസാക്ഷി നമുക്ക് ബോധ്യമില്ലാത്ത എല്ലാ പാപങ്ങളും. അങ്ങനെയാണ് നമുക്ക് ധൈര്യത്തോടെ അടുത്തെല്ലാം കഴിയുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ 90% നമ്മൾ യേശുവിനെ പോലെ അല്ല. അത് നമുക്കറിയുമില്ല. കർത്താവ് പറയുന്നത്, നിനക്കറിയാവുന്ന മേഖലകളിൽ നീ സത്യസന്ധനാണെങ്കിൽ നിനക്കറിയാത്ത മേഖലകളെ ഞാൻ പരിഹരിക്കാം. അതുകൊണ്ട് ദയവായിട്ട് ഇത് ഓർത്തിരിക്കുക. ഇത് പറയാനായിട്ടുള്ള കാരണം ഇതാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള ആ ധൈര്യം ചോർത്തിക്കളയുന്ന പിശാചിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിത് പറയാനുള്ള കാരണം ഞാൻ തന്നെ ഈ ധൈര്യമില്ലാത്തവനായിട്ട് ജീവിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ വേദപുസ്തകം വായിച്ചില്ല, അതുകൊണ്ട് എനിക്ക് ദൈവത്തിൻ്റെ അടുക്ക് വരാൻ കഴിയില്ല. അതല്ല അതിൻ്റെ വ്യവസ്ഥ. ഇന്ന് രാവിലെ നീ വേദപുസ്തകം വായിച്ചോ എന്നുള്ളതല്ല. നിനക്ക് നല്ലൊരു മനസാക്ഷി ഉണ്ടോ? ഇന്ന് രാവിലെ നീ വേദപുസ്തകം വായിച്ചു. നല്ല മനസാക്ഷി ഇല്ലെങ്കിൽ നിനക്ക് ദൈവത്തിൻ്റെ അടുക്ക് വരാൻ കഴിയില്ല. 1400 കൊല്ലം വേദപുസ്തകമില്ലായിരുന്നു. അവർക്ക് എങ്ങനെ രാവിലെ വേദപുസ്തകം വായിക്കാൻ കഴിയുമായിരുന്നു? 500-600 കൊല്ലം മുമ്പാണ് വേദപുസ്തകം പ്രിൻ്റ് ചെയ്തത്. പ്രധാന വ്യവസ്ഥ എന്ന് പറയുന്നത് ശുദ്ധമായൊരു മനസാക്ഷിയാണ്. മറ്റെന്തിനേക്കാളും അധികം നല്ല മനസാക്ഷിയോടെ നിങ്ങളുടെ ദിവസം തുടങ്ങുക. ആ ദിവസം മുഴുവൻ നല്ല മനസാക്ഷി സൂക്ഷിക്കുക. അങ്ങനെ ആ ദിവസം അവസാനിപ്പിക്കുക. അങ്ങനെയാണ് ദൈവ സാന്നിധ്യത്തിൽ നാം എപ്പോഴും ജീവിക്കേണ്ടത്. അപ്പോഴാണ് എനിക്ക് ധൈര്യമുണ്ടാകുന്നത്. ഞാൻ ചെയ്യുകയും ഏറ്റുപറയുകയും ചെയ്ത പാപങ്ങൾ മാത്രമല്ല, എൻ്റെ മനസാക്ഷിക്ക് അറിയാത്ത, അതേപ്പറ്റി ഒന്നും എനിക്കറിയില്ല, അതും യേശുവിൻ്റെ രക്തം മായ്ച്ചുകളയും. അങ്ങനെ ധൈര്യത്തോടെ എനിക്ക് യേശുവിൻ്റെ അടുക്ക് ചെല്ലാൻ കഴിയും. ഞാൻ വിശുദ്ധനായി എന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ ഞാൻ വെളിച്ചത്തിൽ മുന്നോട്ട് നടക്കും. വെളിച്ചത്തിൽ ഞാൻ അവിടെ തന്നെ നിൽക്കുകയല്ല, നടക്കുകയാണ്. അങ്ങനെ ഓരോ ചുവടും ഞാൻ മുന്നോട്ട് നടക്കുമ്പോൾ എനിക്ക് എന്നെപ്പറ്റി തന്നെ കൂടുതൽ വെളിച്ചം കിട്ടും. എനിക്ക് അതുവരെയും അറിയാത്ത മേഖലകളിൽ എനിക്ക് കൂടുതൽ വെളിച്ചം കിട്ടും. എൻ്റെ ജഡത്തെ വലിയൊരു കറുത്ത വൃത്തത്തോട് ഉപമിച്ചാൽ ഞാൻ വെളിച്ചത്തിലേക്ക് വന്നപ്പം അല്പേറിയ വിശുദ്ധീകരിക്കപ്പെട്ടു. അപ്പോഴും എൻ്റെ മനസാക്ഷി ബോധ്യപ്പെടാത്ത ഒത്തിരി കറുത്ത മേഖലയുണ്ട്. ക്രിസ്തുവിൻ്റെ വെളിച്ചം വരുന്നതനുസരിച്ച് അത് കുറഞ്ഞു വരും. ആ കറുത്ത മേഖല കൂടുതൽ വെളിച്ചമുള്ളതായിത്തീരും. അവനെപ്പോലെ ആകണമെന്നുള്ള ഈ പ്രത്യാശ ഉള്ളവൻ എന്താ ചെയ്യുന്നത്? അവനെ തന്നെ അധികം ശുദ്ധീകരിക്കും. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ. ഇതാണ് നീതീകരണവും വിശുദ്ധീകരണവും തമ്മിലുള്ള വ്യത്യാസം. ഇതോർത്തിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പുതിയ നിയമത്തിൽ ദൈവം തരുന്ന വലിയൊരു അനുഗ്രഹമാണ് അവൻ്റെ മുമ്പിൽ നമുക്ക് ധൈര്യത്തോടെ നിൽക്കാൻ കഴിയുമെന്നുള്ളത്. ആമേൻ.